അമേരിക്കയുടെ ചരക്ക് കപ്പൽ ഇറാൻ ആക്രമിച്ച് തകർത്തതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ദുരന്തമുണ്ടായത് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വിട്ടിരിക്കുകയാണ്. അടിക്ക് തിരിച്ചടി എന്ന തരത്തിലുള്ള നയത്തിലേക്ക് തങ്ങൾ മാറിയിരിക്കുന്നു. ഇനി വിശ്രമമില്ല. എപ്പോഴാണോ അമേരിക്ക ആക്രമിക്കുന്നത് അതിന് സമയബന്ധിതമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. അപ്പം തന്നെ ആ തിരിച്ചടികൾ തീർച്ചയായിട്ടും അമേരിക്കക്ക് നേരെ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുന്നു. ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അസ്തമിച്ചിരിക്കും. ഞങ്ങൾക്ക് അതിന് താല്പര്യമൊന്നുമില്ല. അമേരിക്കയുമായിട്ട് ഒരു ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാര്യം അവർ വാക്ക് പാലിക്കാത്തവരാണ്. ആ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ പുതിയൊരു വിഷയം എടുത്തിടും. അതല്ലാത്ത രീതിയിൽ പ്രശ്നപരിഹാരം എന്ന നിലക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചുകൊണ്ട് രാജ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച ഒന്നും അമേരിക്കയുമായിട്ട് ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല. ഇറാൻ്റെ നിലപാട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് MQ-9 റീപ്പർ ഡ്രോൺ തകർത്തതായിരിക്കുന്ന വിവരം അമേരിക്ക സ്ഥിരീകരിച്ചത്. 2 2 കൂടുതലോ ഉണ്ട് എന്ന് പറയുന്നു. ഒന്ന് തകർക്കപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ട് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു 4 5 ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ സമയത്ത് ഒന്നൊക്കെ അവർ സ്ഥിരീകരിക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ കഴിഞ്ഞ പ്രാവശ്യം വ്യാപകമായിരിക്കുന്ന ആക്രമണം നടത്തുകയും വലിയ നാശം ഉണ്ടാവുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഈ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒന്ന് മാത്രമേ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടുള്ളൂ. തുടർച്ചയായ രീതിയിൽ തന്നെയാണ് ആക്രമണം നടന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ചരക്ക് കപ്പലിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായത്. മെയ് 28 ഹോർമുസിൽ ഒരു വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ 4 ഡ്രോണുകൾ കൊണ്ട് ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഇത് അമേരിക്ക പ്രതിരോധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇറാൻ ആക്രമണം നടത്തിയത് ഇറാൻ എന്ന് വെച്ചാൽ അവിടുത്തെ കടൽ കടന്നുകൊണ്ട് ഇറാൻ്റെ IRGCയുടെ അനുമതി ഇല്ലാത്ത തരത്തിൽ ഹോർമുസ് കടൽ കടക്കുന്ന കപ്പലിന് നേരെ ആക്രമണം നടത്തിയപ്പോൾ അല്ലെങ്കിൽ മിസൈൽ വിട്ടപ്പോൾ അമേരിക്ക അത് പ്രതിരോധിച്ചു. അമേരിക്ക ഒരിക്കലും പ്രതിരോധിക്കാൻ പാടില്ല. കാര്യം ഈ സംഭവം നടക്കുന്നത് ഹോർമുസിൻ്റെ ഏരിയയിലാണ്. ഹോർമുസ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഭൂപ്രദേശമാണ്, അല്ലെങ്കിൽ ഇറാൻ്റെ കടലിടുക്കാണ്. അവിടേക്ക് അമേരിക്ക ആക്രമണം നടത്തിയതോടുകൂടി തന്നെ വലിയൊരു വാർണിംഗ് ഇറാൻ അമേരിക്കക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇറാൻ്റെ സൈനിക ബേസിന് നേരെ ആക്രമണം നടത്തുന്നത്. ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല, അവരുടെ പ്രതിരോധ സംവിധാനത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. നോക്കുകുത്തിയായിപ്പോയി. അപ്പോൾ അവിടെ തീപിടുത്തം ഉണ്ടായി, പൊട്ടിത്തെറി ഉണ്ടായി, വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായി. കിലോമീറ്റർ ദൂരത്തിൽ 10 കിലോമീറ്റർ അധികം ദൂരത്തുള്ള മേഖലയുള്ള ആളുകൾക്ക് പോലും ഈ തീപിടുത്തം കാണാൻ പറ്റുന്ന തരത്തിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. സൗത്ത് കൊറിയയുടെ കപ്പൽ ഇതിനിടയിൽ ആക്രമിക്കപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ചില പ്രാദേശിക റിപ്പോർട്ടിൽ അതിനെക്കുറിച്ചിട്ട് വിശദീകരണം നൽകുന്നുണ്ട്. ഒറ്റപ്പെട്ട രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലിനെ ഹോർമുസ് കടലിൽ കടക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക നിർബന്ധിക്കുക, ഭീഷണിപ്പെടുത്തുക എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്തു തരും, പകരം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കടന്നു പോകണം, ഞങ്ങൾ റഡാർ നിരീക്ഷണം നടത്തും, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ നിർബന്ധിച്ച് കൊണ്ട് ഹോർമുസ് കടലിൽ കടക്കാൻ വേണ്ടിയിട്ട് വിടും. ഇവരങ്ങനെ അമേരിക്ക ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പോവും. മധ്യത്തിലെത്തിയ സമയത്ത് വെടികൊള്ളും, അതല്ലെങ്കിൽ മിസൈൽ ആക്രമണം ഉണ്ടാവും, ചിലപ്പോൾ തീപിടുത്തം ഉണ്ടാവും, ചിലപ്പോൾ കപ്പൽ തന്നെ നാശമാക്കിയെന്ന് വരും. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ നിരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷേ എന്തോ ഒരു അപാകത പറ്റിയിട്ടുണ്ട്, പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവസാനിപ്പിക്കും. അവരുടെ രീതി അങ്ങനെ തന്നെയാണ്. യുദ്ധം മുഴുവൻ നടത്തിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ അല്ല ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയാലും സോറി പറഞ്ഞുകൊണ്ട് ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് അവസാനിപ്പിക്കുന്ന രീതിയും പ്രകൃതവും ഇപ്പോഴും അമേരിക്ക പിന്തുടരുന്നുണ്ട് എന്ന് ചുരുക്കം. ഈ അമേരിക്കയുടെ പ്രതിരോധം തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഇറാന് പല ഘട്ടത്തിലും സാധിച്ചിട്ടുണ്ട്. അത് അവർക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയ കാര്യവുമാണ്. ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നിരിക്കുന്ന സംഭവം ചരക്ക് കപ്പലിനെ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് കടത്തിവിട്ടതിനോടനുബന്ധിച്ച് എന്തുണ്ടായി, ഇറാൻ തിരിച്ചടിച്ച സമയത്ത് അതിനൊന്നിന് തീപിടുത്തം ഉണ്ടായി, വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ പിന്നെ ഇന്നലെ രാത്രി നടന്നിരിക്കുന്ന സംഭവമാണ് അമേരിക്കയുടെ ചരക്ക് കപ്പൽ തന്നെ ഈ മേഖല അതിക്രമിച്ച് കടക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് ചിലപ്പോൾ ആകാശ ചിത്രങ്ങളായിരിക്കും, സാറ്റലൈറ്റ് ചിത്രമൊക്കെ വലിയ രീതിയിലുള്ള സഹായം ഇറാന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അത് നിരീക്ഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കപ്പൽ വളരെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ നിരീക്ഷിച്ച് ഒരു പരിധി വരെ എത്തിയ സമയത്ത് അത് വേഗത കൂട്ടി എന്ന് പറയുന്നു. വേഗത കൂട്ടിയ സമയത്ത് IRGC അതിനോട്
ഈ വിവരങ്ങൾ അന്വേഷിക്കുകയും കപ്പൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ കപ്പൽ നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നതാണ്. നിരീക്ഷിച്ചിട്ടുണ്ട്, അതിന് പരിശോധിക്കുകയും ചെയ്തതാണ്. പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ അനുമതിയില്ലാത്ത തരത്തിലാണ് ഇതിലൂടെ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചുങ്കം നൽകേണ്ടതാണ്. ചുങ്കം നൽകുന്നില്ലെങ്കിൽ ആക്രമണം ഉണ്ടാവും എന്ന് മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പ് അവഗണിച്ച് കപ്പൽ വേഗത കൂട്ടിയതോടനുബന്ധിച്ച് ആക്രമണം നടത്തി എന്നാണ്. IRGC നിരന്തരം തലങ്ങും വിലങ്ങും ആക്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കപ്പൽ തകർന്നു എന്ന് പറയപ്പെടുന്നു. അത് സ്ഥിരീകരണ റിപ്പോർട്ടായിട്ട് ഇപ്പോഴും അമേരിക്ക പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കപ്പലിൽ അമേരിക്കയുടെ പതാക ഇല്ലായിരുന്നു, അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണ് എന്നും പറയപ്പെടുന്നു. ഏതായിരുന്നാലും ഒരു കപ്പൽ തകർച്ച ആ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏതോ തരത്തിൽ അമേരിക്കക്ക് പങ്കുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അസ്തമിച്ചു. ഇനി അതിൽ പ്രസക്തിയൊന്നുമില്ല. നടക്കാത്ത ഒരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്കില്ല. അത്രയും സമയം ഞങ്ങൾക്ക് ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ സൈനികരുടെ ഏകോപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇടപെടുന്നതാണ് കുറച്ചും കൂടി ഉചിതം. അപ്പോൾ ഇതിനു മുൻപ് തന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു, 1 മിനിറ്റ് പോലും വിശ്രമിക്കാനുള്ള സമയം ഇറാനികൾക്ക് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അവർ 1 മിനിറ്റ് കൊണ്ട് ഒരുപക്ഷെ 100ഓളം ആയുധങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വരും. അത്രയ്ക്ക് വലിയ രീതിയിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അവർക്കുണ്ട്. ആ കാര്യത്തിൽ മാത്രം അവർ മിടുക്കരാണ് എന്നുള്ള ഇസ്രായേൽ തന്നെ സംബന്ധിച്ച കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് അമേരിക്കക്ക് ഒരു ആക്രമണം നടത്താൻ ധൈര്യമില്ലാത്ത വിധം അവർ ക്ഷയിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ ഒരാക്രമം ഇറാൻ നേരെ നടത്തുന്ന സമയത്ത് 4-5 ആക്രമം തിരിച്ചടിയായിട്ട് അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചു നടക്കുന്നു. സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളിലാണ് അമേരിക്കയുടെ സൈനിക ബേസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ രാജ്യവും അമേരിക്കയും തമ്മിൽ ഉടക്കേണ്ടി വരുന്നു. വലിയ വിഷയങ്ങൾ അതുണ്ടാകുന്നു. അറേബ്യൻ രാജ്യങ്ങൾ പലതും ഇതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങളുടെ രാജ്യത്തിനും രാജ്യത്തിലെ ജനങ്ങൾക്കും അതിൻ്റെ സംവിധാനങ്ങൾക്കും വളരെ സുരക്ഷയോടുകൂടി അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയണം. ഞങ്ങൾ ഒരു രാജ്യത്തിന് നേരെ ആക്രമിക്കാൻ പോകാറില്ല, തങ്ങൾക്ക് നേരെ ഒരു രാജ്യത്തിന് ആക്രമണം വരാറുമില്ല. പക്ഷേ അമേരിക്ക ഇവിടെ ഉണ്ട് എന്ന കാരണത്താലാണ് ഇപ്പോൾ ഇറാൻ നിരന്തരം ആക്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദേശം വിട്ടു പോകണം എന്ന് തന്നെ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഇതിൽ ഇത്തരം സംഭവങ്ങളൊന്നും പറയാറില്ല. ഇപ്പോൾ നോക്കുന്ന സമയത്ത് റൂട്ടൊക്കെ മാറിയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. ഹോർമുസ് കടലിൻ്റെ കാര്യത്തിൽ ആവർത്തിച്ചു കൊണ്ട് തന്നെയാണ് ഇറാൻ പറഞ്ഞത്, തങ്ങളുടെ ദേശത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങൾ അവിടുന്ന് നികുതി വാങ്ങുന്നതാണ്, ഞങ്ങൾക്കത് വാങ്ങാൻ അവകാശമുണ്ട്. അതല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യം തകർത്തതിനുള്ള നഷ്ടപരിഹാരം ഇസ്രായേലും അമേരിക്കയും വളരെ പെട്ടെന്ന് നൽകേണ്ടതുണ്ട്. ഒരുപാട് കാലതാമസം അതിനില്ല. അതില്ലെങ്കിൽ $12 ബില്യൺ സമാനമായിരിക്കുന്ന തുക ഈ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ കൈവശപ്പെടുത്താൻ തങ്ങൾ വാങ്ങുന്നതാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക നിന്നാൽ അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാകും. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഇറാൻ. അത് ഈ ചില റിപ്പോർട്ടിൻ്റെ അകത്ത് അത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവർ പറയുന്ന കാര്യം, അമേരിക്കയുടെ സൈനിക ബേസുള്ള അല്ലെങ്കിൽ അവരുടെ ആയുധ സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ സൈനികരുള്ള മേഖലയിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ അറബ് വംശജർ മാറി നിൽക്കണം. അതാണ് പ്രത്യേക കാര്യം. ഈ ഒരു സൈനിക ക്യാമ്പ് ഉണ്ടെങ്കിൽ അതിൽ പ്രത്യേകമായിരിക്കുന്ന അക്കോമഡേഷൻ സംവിധാനമോ അല്ലെങ്കിൽ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട റെസ്റ്റോറൻറ്റ് സംവിധാനമൊക്കെ പുറത്തുള്ള ആളുകളാണ് അവിടേക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം അജ്നബികളായിരിക്കും. ഒരു പക്ഷേ അവിടുത്തെ പൗരന്മാരായിരിക്കും, അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യക്കാരായിരിക്കും. ഇവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മേഖലയിൽ നിങ്ങൾ മാറി നിൽക്കണം. എന്ന് വെച്ചാൽ ഈ മേഖല ആക്രമണത്തിന് വിധേയമാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടി അമേരിക്കയുടെ സൈനികർക്ക് തന്നെ വലിയ ഭയമായിരിക്കുകയാണ്. തങ്ങൾ പോലും സുരക്ഷിതരല്ല എന്നുള്ളത് കൃത്യമാണ്. സൈനികർക്ക് സുരക്ഷ കൊടുക്കാൻ വേണ്ടി പുതിയ സംവിധാനം ഉണ്ടാക്കേണ്ടിടത്തേക്ക് അമേരിക്ക യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വിഷയം കൂടി ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയാണ്. പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട്, അമേരിക്ക യുദ്ധക്കപ്പലിനെ വിടും, യുദ്ധ സൈനികർ വിടും, കവചിത വാഹനങ്ങൾ വിടും. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവരിപ്പോൾ അശ്രദ്ധ പുലർത്തുന്നു. ഇത് തെറ്റായിരിക്കുന്ന കീഴ്വഴക്കമാണ്. പകരം എന്ത് ചെയ്യണം? സൈനികർക്ക് സംരക്ഷണം നൽകണം, ആയുധങ്ങൾക്ക് സംരക്ഷണം നൽകണം, കപ്പലുകൾക്ക് സംരക്ഷണം നൽകണം. എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടി എടുക്കണം. ഇതൊന്നും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്ന് പറയുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അവിടെ യുദ്ധം ചെയ്യുന്ന സൈനികർ അനുഭവിക്കുന്നു. മാനസികപരമായ രീതിയിൽ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു. ഗസയിൽ എങ്ങനെയാണോ ഇസ്രായേൽ സൈന്യം അനുഭവിക്കുന്ന പ്രയാസം, സമാനമായിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലിലും അതോടൊപ്പം തന്നെ അറബിക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലിലെ ഈ ഉദ്യോഗസ്ഥർ
അല്ലെങ്കിൽ സൈനികർ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. യുദ്ധവിരാമം അവരെല്ലാവരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു സ്വഭാവമുണ്ട്. അവരുടെ സൈനിക വേഷം ധരിക്കുക എന്നത് അവർക്ക് വലിയ അഭിമാനമാണ്. കാരണം ലോകത്ത് ഏത് രാജ്യത്തും അവർക്ക് വലിയ രീതിയിലുള്ള ഹീറോ പരിവേഷം കിട്ടും. എന്നാൽ ഇറാൻ്റെ യുദ്ധത്തോടു കൂടി അവർ മരണവെപ്രാളത്തിലാണ്. പരിവേഷം കിട്ടില്ല എന്ന് മാത്രമല്ല, തങ്ങൾ ആക്രമിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് പല അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കൻ പൗരന്മാർ പോലും പുറത്തിറങ്ങാത്ത സ്ഥിതിയാണ്. അറിയാത്ത രീതിയിലും അങ്ങനെ ഒറ്റപ്പെട്ട രീതിയിലൊക്കെ ആണ് ഇറങ്ങുന്നത് എന്നാണ് പറയുക. കാരണം അഭിമാനത്തോടു കൂടി തങ്ങൾ സിറ്റിസൺ ഓഫ് അമേരിക്കയാണ് എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത് അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ചില അമേരിക്ക പൗരന്മാരുടെ കൈവശത്തിലൊക്കെ പാസ്പോർട്ട് തന്നെ എങ്ങനെ പിടിക്കുക, ഞാൻ അമേരിക്ക പൗരാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട്, ആ രീതിയിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ആ രീതിയിലായിരുന്നു അവർ ഈ അഭിമാനം കൊണ്ട് നടക്കാറുള്ളത്. എല്ലാം വീണുടഞ്ഞു, എവിടെയും എത്താൻ വേണ്ടി സാധിക്കാത്ത രീതിയിൽ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്, ഇറാൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്ന് പറഞ്ഞാൽ എവിടെയാണോ അമേരിക്ക ആക്രമിക്കുന്നത്, ആക്രമിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ രാജ്യത്തിനോ സംവിധാനത്തിനോ നേരെ ഏതെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടായാൽ അപ്പോൾ തന്നെ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് മാരകമായിരിക്കുന്ന തിരിച്ചടി നിമിഷങ്ങൾക്കകം നടത്തും എന്നുള്ള ഒരു പ്രസ്താവന കൂടി ഈ IRGCയുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.